ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് ഈത്തപ്പഴം കൊണ്ടൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഈത്തപ്പഴമാണ്. ഇത് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് അറിയാം കേട്ടോ. നന്നായി കഴുകി എടുക്കണം. അതിനകത്ത് നല്ല ചെളിയൊക്കെ ഉണ്ട്, ഒരു കളർ ഷെയ്ഡൊക്കെ വരും. നന്നായി തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചെളിയാണ് കേട്ടോ. ഇതവർ താഴേക്ക് ഇട്ടിട്ടാണ് തോന്നുന്നു എടുക്കുന്നത്. അങ്ങനെ കുരുവെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിടണം കേട്ടോ. നമ്മൾ കുരുവൊക്കെ എടുത്തു കഴിഞ്ഞ് മിക്സീൻ്റെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒന്ന് ക്രഷ് ആക്കിയാൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇതിന് ആവശ്യത്തിന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. മൈദപ്പൊടി ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റാണ്. ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും. ബാറ്റർ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാത്ത കൂട്ടർക്ക് വേണ്ടിയാണ് കേട്ടോ. ഒന്നുകൂടി പറയണേ. ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് മിക്സാക്കാം കേട്ടോ. ആ മഞ്ഞൾപ്പൊടി പഞ്ചസാരയൊക്കെ ഒന്ന് എല്ലായിടത്തും ആയി കിട്ടണം. ഒരു നുള്ളു ഉപ്പ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കാൻ അറിയാമല്ലോ അല്ലേ, ഒന്നുകൂടി പറഞ്ഞത്. അങ്ങനെ ഫുള്ള് മിക്സാക്കി എടുത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നല്ല മിക്സായി വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പം ലേശം ഒഴിച്ച് കലക്കിയെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട ഇങ്ങനെ കിട്ടുന്നത്. ലേശം വെള്ളം ഒഴിച്ച് മിക്സാക്കിയാൽ മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് വരണം. അധികം വെള്ളവും ആകാൻ പാടില്ല, അധികം കട്ടയാകാൻ പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ഫുള്ള് ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി കൈവച്ച് സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ നന്നായി മിക്സ് ആകും കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാനും മറക്കരുത് കേട്ടോ. ഞാൻ കുഞ്ഞിട്ടുണ്ടാ ഇവിടെ ഇങ്ങനെ ഭയങ്കര ആട്ടാണ്. അവന് വേറെ പണിയൊന്നുമില്ല. എന്നെ ഇരിക്കാനാണ് അവരിങ്ങനെ ആടിക്കളിക്കുന്നത്. ഇവിടെ വെറുതെ ഇരിക്കാനേ ആവില്ല. എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇടിച്ച് കറങ്ങിയിട്ടാണ്ടോ. ഇതാണ് ഇവൻ്റെ പണി. അച്ചൂട്ടാണ് ക്യാമറമാൻ കേട്ടോ. അച്ചൂട്ടിന് ഉച്ചയ്ക്കാണല്ലോ എക്സാം. ഉച്ചയ്ക്ക് പോയാൽ മതി. വണ്ടിക്കാരൻ്റെ പ്രശ്നം കൊണ്ടാണ് രാവിലെ തന്നെ പോണേ. പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ എന്ന് പറയാമല്ലേ, ആ രൂപത്തിലായിട്ടുണ്ട്. അധികം ലൂസും അല്ല അധികം കട്ടയല്ല. നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ രൂപത്തിൽ ഞാൻ രാവിലെയാണ് ചെയ്ത് വെക്കുന്നത്. ബാറ്റർ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം 4 മണിക്കാണ് കേട്ടോ കടി ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈത്തപ്പഴം കൂടി അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്തത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത് എണ്ണച്ചട്ടിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ടേസ്റ്റിയാണേ. നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് ഇതിന്. ട്രൈ ചെയ്തവരില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്ന് കമൻറ്റിലൂടെ പറയണേ. അതിന് ചെറിയൊരു ക്രഷ് ചെയ്തപ്പോൾ കട്ടയുണ്ട്. അന്നേരം എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചട്ടിയിൽ അവിടെ ചൂടായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിച്ച് വെച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഒഴിക്കാം. ഇങ്ങനെ ഒഴിച്ചെടുത്ത് പെട്ടെന്നായി കിട്ടും കേട്ടോ. മൈദയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നാകുമല്ലോ. എണ്ണയും നന്നായി ചൂടായിട്ടുണ്ട്. വേഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇടാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചെടുക്കാം. ഇതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.